അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ട് അകന്നു കഴിയുന്ന വീടുകളിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നിരന്തരമായ തർക്കങ്ങളും കലഹവും കുഞ്ഞുങ്ങളിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാം. അവർ അരക്ഷിതരായി വളരാം. വീട്ടിലെ പ്രശ്നങ്ങൾ കുട്ടികളുടെ പഠനത്തെയും സ്വഭാവത്തെയും ദോഷകരമായി ബാധിക്കാം. ദാമ്പത്യ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ്. എന്നാൽ അത് കുട്ടികൾ കേൾക്കാതെയും കാണാതെയും സംസാരിച്ച് തീർക്കണം കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ ദീർഘകാലം വഴക്കിട്ട് കുട്ടികളെ വേദനിപ്പിക്കുന്നതിന് പകരം പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനമല്ലേ നല്ലത്? അല്ലാതെ വീട്ടിൽ കലഹമുണ്ടാക്കുന്ന ദമ്പതികൾ നിങ്ങളുടെ മക്കളെക്കുറിച്ചൊന്ന് ആലോചിക്കണം. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ കുടുംബ കലഹത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് മക്കളുടെ കൺമുന്നിൽ വെച്ചാണ്. പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിച്ച ഹസീനയുടെയും സുരേഷിൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ചെറിയ പ്രായത്തിൽ ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ഇറങ്ങിപ്പോയവളാണ് തിരുവനന്തപുരം നാലാഞ്ചിറയിലെ ഹസീന എന്ന യുവതി. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് 18-ാം വയസ്സിൽ വിവാഹം. ഇതര മതവിഭാഗത്തിൽപ്പെട്ട സുരേഷുമായി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവരുടെ ജീവിതത്തിൽ കലഹങ്ങൾ തുടങ്ങിയതാണ്. അതിനിടെ 4 കുട്ടികളും ജനിച്ചു. എന്നാൽ മക്കൾ എന്നും കാണുന്നത് പരസ്പരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാതാപിതാക്കളെയാണ്. ഭർത്താവിൻ്റെ ഉപദ്രവം സഹിച്ചു മടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹസീന സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നീട് അമ്മയില്ലാത്ത വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകില്ലെന്ന് കുട്ടികൾ വാശി പിടിച്ചതോടെ ഹസീന തിരിച്ചു വന്നു. അങ്ങനെ രാവിലെ സ്കൂളിൽ പോകാൻ എഴുന്നേറ്റ കുട്ടികൾ കേട്ടത് അമ്മയുടെ നിലവിളി ശബ്ദം. മക്കളുടെ കൺമുന്നിൽ വെച്ച് അച്ഛൻ ഹസീനയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് സുരേഷിനായി അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറയിലാണ് കുടുംബ വഴക്കിനെ തുടർന്ന് വീട്ടമ്മയെ ഭർത്താവ് കഴുത്തറുത്ത് കൊന്നത്. 36-കാരിയായ വീട്ടമ്മ ഹസീന ബീവിയാണ് മരിച്ചത്. കൃത്യത്തിന് ശേഷം ഭർത്താവ് സുരേഷ് ഒളിവിൽ പോയി. മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കൊലപാതകം. മൂത്ത മകളാണ് സംഭവം മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത്. നേരത്തെയും ഹസീനയും സുരേഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതേ തുടർന്ന് കഴിഞ്ഞ രാത്രിയിലും ഹസീന പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വീടിന്റെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലായി കൊലപാതകം. ദമ്പതികൾക്ക് 4 മക്കളുണ്ട്. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്തും പാരിപ്പള്ളിയിലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ഒരു സീരിയൽ കില്ലറിന്റെ കഥയിലേക്കാണ് 1.5 മാസത്തിനിടെ നടന്ന 2 കൊലപാതകങ്ങൾ. 2 കേസുകൾക്കും സമാന സ്വഭാവം. അങ്ങനെയാണ് കൊലയാളി ഒരാൾ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. പക്ഷേ കേസ് അന്വേഷണത്തിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ടായി. ഒടുവിൽ പ്രതിയെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം എത്തിയത് തക്കല സ്വദേശി ബിജുവിലേക്ക്. മെയ് 25-ന് കൊല്ലത്ത് വയോധികനെ വധിച്ച കേസിൽ പ്രതി പിടിയിലായതോടെ പാരിപ്പള്ളിയിലെ അരുംകൊലയിലും വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇയാൾ കൊടും കുറ്റവാളിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തമിഴ്നാട് തക്കല സ്വദേശി ബിജു സുരേഷിനെയാണ് കൊല്ലം സിറ്റി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വാൽപ്പാറയിൽ നിന്നും പിടികൂടിയത്. കൊല്ലത്തും പാരിപ്പള്ളിയിലും നടന്ന 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇയാളാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏപ്രിൽ 19-നായിരുന്നു പാരിപ്പള്ളിയിൽ ആദ്യ കൊലപാതകം നടന്നത്. തുടർന്ന് മെയ് 25-ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വെറും 100 മീറ്റർ അകലെയായിരുന്നു നഗരത്തെ ഞെട്ടിച്ച 2ാമത്തെ കൊലപാതകം. 2 കേസുകളിലും കൊലപാതകം നടത്തിയ രീതി സമാനമായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് ഒരേ വ്യക്തിയാണ് 2 കൊലപാതകങ്ങൾക്കും പിന്നിലെന്ന സംശയത്തിൽ പോലീസ് എത്തിയത്. പ്രതി തമിഴ്നാട് സ്വദേശിയാണെന്ന സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പ്രതിയെ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ 2 ദിവസമായി തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് വാൽപ്പാറയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിജു സുരേഷിനെ പോലീസ് പിടികൂടിയത്. പ്രതിയെ കൊല്ലത്തേക്ക് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും. മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് ബന്ധമുണ്ട്
ബന്ധമുണ്ടോ എന്നും കൂടുതൽ കൊലപാതകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. ന്യൂസ് 18 കൊല്ലം. മകനെ മാപ്പെന്ന് പറഞ്ഞൊരു നാട് മുഴുവൻ നെഞ്ചത്തടിച്ച് വിലപിക്കുന്നുണ്ട്. ഒടിഞ്ഞ രണ്ട് കൈയിലും പ്ലാസ്റ്റർ ഇട്ട് ആ കുരുന്നിരിക്കുന്ന കാഴ്ച മനസാക്ഷിയുള്ളവരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിൻ്റെ കൈ എങ്ങനെയാണ് ഒടിഞ്ഞതെന്ന് അറിയാമോ? ആഹാരം കഴിക്കാത്തതിൻ്റെ ദേഷ്യത്തിന് അയാൾ കുഞ്ഞിനെ ചവിട്ടിയതാണ്. വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. പിന്നീട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ചികിത്സ നൽകിയത്. കൊലപാതകത്തിന് 3 ആഴ്ച മുൻപ് മുതൽ തുടർച്ചയായി കുട്ടിയെ അമ്മയുടെ കാമുകൻ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നതാണ് പോലീസ് കണ്ടെത്തൽ. അതിനിടെ അന്വേഷണത്തിന്റെ ചുമതല നെടുമങ്ങാട് ഡിവൈഎസ്പിക്ക് കൈമാറി. ക്രൂരപീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജനാണ് ബാഹ്യ ശരീരത്തിൽ മാത്രം 52 മാരക മുറിവുകളുള്ളതായി കണ്ടെത്തിയത്. ഇത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും തകരാറിലാക്കി. തലയോട്ടിക്കുള്ളിൽ പലയിടത്തായി 5 മാരക മുറിവുകളുള്ളതായാണ് കണ്ടെത്തൽ. കൃത്യത്തിൽ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ തനിച്ചാണോ പങ്കാളിയായതെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പ് കൂടി ചുമത്തി. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് നെടുമങ്ങാട് ഡിവൈഎസ്പി നേതൃത്വം നൽകും. മരണം സംഭവിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് മുതൽ ക്രൂരമായ മർദ്ദനമേറ്റിരുന്നതായി വൈദ്യപരിശോധനയിൽ തെളിവ് ലഭിച്ചു. മകന്റെയും കൊച്ചുമകന്റെയും മരണത്തിന് ഉത്തരവാദികളായ അഷ്കറിനും അഖിലയ്ക്കും പരമാവധി ശിക്ഷ വാങ്ങി നൽകുകയാണ് ഇനി ഏക ലക്ഷ്യമെന്ന് 1.5 വയസ്സുകാരന്റെ മുത്തച്ഛൻ സുനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. 2 മക്കൾ മരണപ്പെട്ടു. പിന്നെ ജീവിതത്തിൽ ഒരു ആശയം ഉണ്ടായിരുന്ന നമ്മുടെ രക്തത്തിലുള്ള ഈ കുഞ്ഞെങ്കിലും നമുക്കുണ്ട്. അവന് വേണ്ടി അങ്ങനെ ഒരു ആശയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അപ്പം ആ പ്രതീക്ഷയും കെട്ടടങ്ങി. ഇനിയുള്ള ഒരു നമ്മൾ ഇങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കൊല്ലാനുള്ള ഒരു വിധിയെ കാത്താണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത്. കുറ്റകൃത്യം നടത്തിയത് പ്രതി തനിച്ചാണോ എന്നറിയാൻ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ വിശദമായ പരിശോധന നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യവും ലഹരിയും ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അത് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നാട്ടിൽ സൃഷ്ടിക്കുന്ന ഭീകരത. കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരുടെ മനോനില തന്നെ തെറ്റുകയാണ്. കോഴിക്കോട് കക്കോടിയിൽ ലഹരി ഉപയോഗിച്ച ശേഷം മാരകായുധങ്ങളുമായി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ 2 യുവാക്കളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ബെതിരൂർ സ്വദേശികളായ വിഷ്ണു, അർജുൻ എന്നീ സഹോദരങ്ങളെ ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച പകൽ കക്കോടി കൂടത്തും കോയിലായിരുന്നു നാടകീയ രംഗങ്ങൾ. ലഹരിമൂത്ത് കയ്യിൽ ആയുധവുമായി ഒരു പ്രകോപനവും ഇല്ലാതെയാണ് സഹോദരങ്ങൾ കൂടത്തുംപൊയിലങ്ങാടിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വഴിയാത്രക്കാരെയും പ്രദേശവാസികളെയും ഇരുവരും ഭീഷണിപ്പെടുത്തി. തടയാൻ ശ്രമിച്ചവർക്ക് നേരെ അസഭ്യവർഷവുമായി പാഞ്ഞെടുത്തു. നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ എലത്തൂർ പോലീസ് കേസെടുക്കുകയായിരുന്നു. കൂടത്തുംപൊയിലങ്ങാടിക്ക് സമീപം താമസിക്കുന്ന വിഷ്ണുവിനെയും അർജുനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യത്തിനൊപ്പം കഞ്ചാവ് കൂടി ഉപയോഗിച്ചതായി ഇരുവരും പോലീസിനോട് സമ്മതിച്ചു. ലഹരി ഉപയോഗം, പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത്. ഇരുവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഒരാളാണെങ്കിൽ പോലും ഞങ്ങൾ കൊന്നിട്ടേ പോകൂ, അല്ലാതെ ഇവിടെ നിന്ന് പോകില്ല. ക്യാബിനറ്റ് മന്ത്രിമാർ വരട്ടെ. തൃക്കാക്കരയിൽ മദ്യലഹരിയിൽ പോലീസിനും നാട്ടുകാർക്കും നേരെ യുവാക്കൾ കൊലവിളിയും ഭീഷണിയും മുഴക്കുന്ന പുതിയ വീഡിയോ ആണിത്. പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നതും വാഹനം തല്ലി തകർക്കുന്നതും ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചി നഗരത്തിൻ്റെ പ്രമുഖ മാളിലെ സുരക്ഷാ ജീവനക്കാരാണ് പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മാരകായുധം ഉപയോഗിക്കൽ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്.
കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. തൃക്കാക്കര മരോട്ടിച്ചുവട് ബിസ്മി ഗാർഡനിൽ താമസിക്കുന്ന പ്രതികൾ മദ്യപിച്ച് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ബഹളം വയ്ക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. ആക്രമണത്തിൽ ഇടപ്പള്ളി ട്രാഫിക് ഈസ്റ്റ് സിഐ ഉദയകുമാറിന് പരിക്കേറ്റു. സംഭവത്തിൽ പ്രതികളായ യുവാക്കൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. പോലീസ് സംഘത്തെ യുവാക്കൾ വളയുന്നതും അക്രമാസക്തരായി നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീഡിയോ എടുത്തോളൂ, ആടത്തോടെ വെല്ലുവിളിക്കണം, കൊന്നിട്ടേ പോവുള്ളൂ. വെല്ലുവിളിക്കണം സാറേ, കൊന്നിട്ടേ പോവുള്ളൂ. വയനാട് സ്വദേശി അക്ഷയ്, കൊല്ലം സ്വദേശി ജിനീഷ്, തിരുവനന്തപുരം സ്വദേശികളായ അജ്മൽ, അൽതാഫ്, നെന്മാറ സ്വദേശി ഷംസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. നഗരത്തിലെ പ്രധാന മാളിലെ സെക്യൂരിറ്റി സ്റ്റാഫുകളാണ് ഈ 5 പേരും. ഐഡന്റിറ്റി കാർഡ് ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് അക്രമാസക്തരായ ഇവർ തങ്ങൾക്കെതിരെ പരാതി നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ മന്ത്രിസഭയിലെ ആൾക്കാർ ഇവിടെ വരട്ടെയെന്നും യുവാക്കൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പോണവനെ 10 രൂപയ്ക്ക് പണി ചെയ്തിട്ട് പോണവനെ തടുത്തു നിർത്തിയിട്ട് മിഷൻ ഊതിച്ചിട്ട് പൈസ സാധനം നിനക്ക് ഇപ്പൊ മിഷൻ സ്ഥിതി വഷളായതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തേക്കെത്തി. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ഇടപ്പള്ളി ട്രാഫിക് ഈസ്റ്റ് സിഐ ഉദയകുമാറും ഇവരെ തടയാൻ ശ്രമിച്ചു. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ പോലീസുകാരെ കായികമായി നേരിട്ടു. തുടർന്നുണ്ടായ അടിപിടിക്കിടെയാണ് സിഐ ഉദയകുമാറിന്റെ കൈക്ക് പൊട്ടലുണ്ടായത്. പ്രതികളെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഞങ്ങളെ ഇന്നലെ കൊന്നിരുന്നെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാവുമായിരുന്നു? എന്റെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾക്കും ഇല്ലേ മക്കളും മരുമക്കളൊക്കെ? മക്കളും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്? ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാറുമാർ ഭക്ഷണം കഴിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസാണ്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം പുലാമന്തോൾ സ്വദേശി സമീർ നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമാണ്. ലഹരി ഇടപാടും അടിപിടിയും പതിവ്. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും ആക്രമിക്കും. കഴിഞ്ഞ ദിവസം കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ഭാര്യ സഹോദരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ കേസിൽ പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് MDMA. കോട്ടക്കൽ പോലീസാണ് സമീറിനെ അറസ്റ്റ് ചെയ്തത്. 79 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ലഹരി മാഫിയയെ അമർച്ച ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാനിൽ മലപ്പുറത്തെ ആദ്യ അറസ്റ്റാണിത്. വധശ്രമക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് പ്രതിയിൽ നിന്ന് വൻതോതിൽ മാരക മയക്കുമരുന്ന് ശേഖരം പോലീസ് കണ്ടെടുത്തത്. പുലാമന്തോൾ സ്വദേശിയും ഇപ്പോൾ കോട്ടയ്ക്കൽ ഇന്ത്യന്നൂരിൽ താമസക്കാരനുമായ ചക്കാലക്കുന്നൻ സമീറിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 79 ഗ്രാം MDMAയും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. ഭാര്യ സഹോദരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സമീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനാണ് പോലീസ് ഇന്ത്യന്നൂരിലെ സമീറിന്റെ വാടക വീട്ടിലെത്തിയത്. ഈ സമയം ഇവിടെ നടത്തിയ പരിശോധനയിലാണ് സമീറിന്റെ പക്കൽ നിന്ന് MDMA കണ്ടെടുത്തത്. കൊണ്ടോട്ടിയിലുള്ള ലഹരിയുടെ നിലക്കാരനിൽ നിന്നാണ് MDMA ലഭിച്ചതെന്നാണ് സമീർ പോലീസിനോട് പറഞ്ഞത്. രാത്രി ഏകദേശം 12 മണിയോടെ ഇയാൾ വീട്ടിലെത്തിയെന്നുള്ള നമുക്ക് ഒരു ഇൻഫർമേഷൻ പ്രകാരം അവിടെ പോയ സമയത്ത് ഇയാൾ കാറിലിരിക്കുന്നുണ്ട്. കാറിൽ തുറന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് ഇയാളുടെ കാറിൻ്റെ ഉള്ളിൽ നമുക്ക് 79 ഗ്രാം MDMA ആണ് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ അയാൾക്ക് വളാഞ്ചേരിയിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി MDMA ബേസിന് കേസുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ പൊതു അന്വേഷണ സമയത്ത് ഇയാൾ ഡ്രഗ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കമ്പനിയായിട്ട് നടക്കാമെന്ന് പറഞ്ഞു. കാർ വാടകയ്ക്ക് എടുത്തിട്ട് ഡ്രഗ്സിന്റെ വിതരണം ഉപയോഗം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. പുലാമന്തോൾ സ്വദേശിയായ സമീർ ഇന്ത്യന്നൂരിൽ നിന്ന് വിവാഹം ചെയ്ത് അവിടെ താമസിക്കുകയാണ്. ഭാര്യയുമായി അടുത്ത കാലത്തായി കുടുംബ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാരകായുധം ഉപയോഗിച്ച് ഭാര്യ സഹോദരനെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് ലഹരിമരുന്ന് കൂടി കണ്ടെടുത്തത്. മുൻപ് വളാഞ്ചേരി പോലീസ് ഇയാളെ കഞ്ചാവ് കേസിലും അറസ്റ്റ് ചെയ്തിരുന്നു. ലഹരി മാഫിയെ അമർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാനിലെ ആദ്യത്തെ അറസ്റ്റ് കൂടിയാണിത്. കോട്ടയ്ക്കൽ CI ദീപകുമാർ, ASIമാരായ അനീഷ് ചാക്കോ, ശൈലേഷ്, ACP O സുധീഷ്, CPO ജസീം, ഡ്രൈവർ പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ.
ഉറക്കം നഷ്ടപ്പെട്ട 40 വർഷങ്ങൾ ഉള്ളിൽ പേടിയോടെയാണ് അയാൾ ഇത്രയും നാൾ ജീവിച്ചത്. പലപ്പോഴും കുറ്റബോധം വേട്ടയാടിയിട്ടുണ്ട്. രാത്രികളിൽ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മലപ്പുറം വേങ്ങരയിലെ മുഹമ്മദലിയുടെ മനസ്സിനിപ്പോൾ വലിയ ആശ്വാസമാണ്. 40 വർഷം മുൻപ് മുഹമ്മദലി കൊലപ്പെടുത്തിയത് ആരെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ പോലീസിനും ആശ്വസിക്കാം. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. 14-ാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെച്ച് മുഹമ്മദലി കൊല ചെയ്തത് കണ്ണൂർ ഇരിട്ടി സ്വദേശി മോഹനെയാണെന്ന് തിരുവമ്പാടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഇനി കൊല്ലപ്പെട്ട രണ്ടാമത്തെയാൾ ആരാണെന്ന് അറിയണം. അതിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. മുഹമ്മദ് അലി വെളിപ്പെടുത്തൽ നടത്തിയത് 1 വർഷം മുമ്പാണ് എങ്കിലും ഏതാനും മാസം മുമ്പാണ് മോഹനന്റെ ബന്ധുക്കൾ തിരുവമ്പാടി പോലീസിനെ ബന്ധപ്പെട്ടത്. തുടർന്ന് ഇൻസ്പെക്ടർ അവിടെയെത്തി അന്വേഷണം നടത്തി. മോഹനൻ കൂടരഞ്ഞിയിൽ ജോലിക്ക് പോയത്, പിന്നീട് അവിടെ വെച്ച് വെള്ളത്തിൽ വീണ് മരിച്ചത്, അച്ഛന്റെ സഹോദരൻ വിവരമറിഞ്ഞ സ്റ്റേഷനിൽ എത്തിയത്, ഫോട്ടോ കണ്ട് മോഹനനാണ് മരിച്ചത് എന്ന് അന്ന് സ്ഥിരീകരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിനിടെ സഹോദരി രാധ പോലീസിനോട് വെളിപ്പെടുത്തി. മോഹനൻ കൂടരഞ്ഞിയിൽ ജോലിക്ക് പോയപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചത് എന്നാണ് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നത് എങ്കിലും കൊല്ലപ്പെട്ടു എന്ന വിവരം ഇപ്പോഴാണ് വ്യക്തമായത്. അന്ന് 1.5 വർഷം കഴിഞ്ഞാണ് മോഹനൻ മരിച്ച വിവരം ബന്ധുക്കൾ അറിഞ്ഞത്. അതിനു മുമ്പേ അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. 1986 നടന്ന സംഭവമായതിനാൽ മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് ലഭിച്ചത്. അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണം എന്നായിരുന്നു മരണസമയത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും കയറിയതാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതും. 1986 ഡിസംബറിൽ 14-ാം വയസ്സിൽ കൂടരഞ്ഞിയിലും 89-ൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തും താൻ 2 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് മലപ്പുറം വേങ്ങര, ചേരൂർ, കിളിനിക്കോട്, പള്ളിക്കൽ ബസാറിൽ തൈപ്പറമ്പിൽ മുഹമ്മദ് അലി കഴിഞ്ഞ വർഷം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഏറ്റുപറഞ്ഞത്. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ജാമ്യം ലഭിച്ച് നാട്ടിലാണ്. കേസിൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റബോധം സൃഷ്ടിച്ച വിങ്ങൽ ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കുറ്റം ഏറ്റുപറഞ്ഞത് എന്നാണ് മുഹമ്മദ് അലി വ്യക്തമാക്കിയത്. ഇപ്പോൾ ആരാണ് മരിച്ചത് എന്നറിയാൻ കഴിഞ്ഞതിൽ ആശ്വാസമെന്നും മുഹമ്മദ് അലി പറയുന്നു. കണ്ടെത്തിയതിൽ വളരെ ഞാൻ പറഞ്ഞല്ലോ ദുഃഖവും സങ്കടം എല്ലാം കൂടിയുള്ള സമ്മിശ്രകാരാണ്. അവരുടെ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു നീതി കിട്ടി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കുടുംബത്തിൽ കുറേ പരാജയങ്ങൾ സംഭവിച്ചു, മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു. അപ്പോൾ മാനസികമായിട്ട് തകർന്നു. അങ്ങനെയാണ് ഇത് തുറന്നു പറഞ്ഞാൽ അത് മാറി കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി തുറന്നു പറഞ്ഞു. കൂടരഞ്ഞി വാതല്ലൂർ ദേവസ്വയുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് തള്ളിയിട്ടു കൊന്നുവെന്നാണ് മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതമൊഴി. ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തള്ളിയിട്ട ഉടൻ സ്ഥലം വിടുകയായിരുന്നുവെന്നും 2 ദിവസം കഴിഞ്ഞാണ് മരിച്ച കാര്യം അറിഞ്ഞത് എന്നുമാണ് മുഹമ്മദ് അലി പറഞ്ഞത്. അന്നത്തെ SI ആയിരുന്ന OP തോമസ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല. പോലീസ് രേഖയിൽ ഉള്ളത് മോഹനൻ എന്ന ഒരു പേര് മാത്രമായിരുന്നു. ഈ പേരിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടും കണ്ണൂരുമായിരുന്നു പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്നത്. SI KM ജോർജ്, സീനിയർ CPO C ഉജേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 1989-ൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് മറ്റൊരാളെ മണലിൽ മുഖം പൂഴ്ത്തി കൊല്ലാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇയാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം, കോഴിക്കോട്. കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ തെരുവിൽ തല്ലിച്ചതച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിന്റെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ്. നഗരത്തിലെ സെക്സ് റാക്കറ്റിന്റെ തലവൻ, കൊടും കുറ്റവാളി. ഉത്തരേന്ത്യൻ യുവതികളെ കൊച്ചിയിലെത്തിച്ച് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പെൺവാണിഭ ഇടപാടുകളാണ് പണി. പെൺകുട്ടികളെ ആക്രമിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാളുടെ മയക്കുമരുന്ന് ഇടപാടുകളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്.
അക്ബർ ഉൾപ്പെടെ 7 പേരെ ഇനി പിടികൂടാനുണ്ട്. കേസിലെ മുഖ്യ സൂത്രധാരന് ഒന്നാം പ്രതിയുമായ അക്ബർ കൊച്ചി കേന്ദ്രീകരിച്ച് വൻതോതിൽ സെക്സ് റാക്കറ്റ് നടത്തിവന്നിരുന്ന ക്രിമിനലാണെന്നാണ് പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ പെൺകുട്ടികൾക്ക് പുറമെ തമിഴ്നാട്, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൊച്ചിയിലെത്തിച്ചായിരുന്നു ഇയാളുടെ കച്ചവടമെന്നാണ് പോലീസ് പറയുന്നത്. കലൂർ ലിബർട്ടി ലൈനിൽ ഹൈലാൻഡ് ലോഡ്ജ് നടത്തിപ്പുകാരനായ അക്ബറും കൂട്ടാളികളും ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അക്ബർ അലി ഉൾപ്പെടെ 7 പേരാണ് ഒളിവിൽ കഴിയുന്നത്. പാലക്കാട് സ്വദേശിയായ അക്ബറിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ പാലക്കാടാണെന്നും പോലീസ് പറയുന്നു. അക്ബറിനെതിരെ നേരത്തെയും പോക്സോ അടക്കമുള്ള കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ കേസുകൾ അടക്കമുള്ള വിശദാംശങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽവിൻ സൈമൺ എന്നിവരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവർ അക്ബറിന്റെ ഹൈലാൻഡ് സ്യൂട്ട്സ് എന്ന ഹോട്ടലിലെ ജീവനക്കാരാണ്. ഹോട്ടൽ നടത്തിപ്പിന്റെ മറവിലായിരുന്നു മാസങ്ങളായി സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനങ്ങളെന്നാണ് പോലീസിന്റെ സംശയം. നേരത്തെ എളമക്കര, കടവന്ത്ര പോലീസ് സംയുക്തമായി നടത്തിയ റെയ്ഡിൽ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിന് ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഹൈലാൻഡ് സ്യൂട്ട്സ് എന്ന ഹോട്ടലിൽ പോലീസ് നടത്തിയ റെയ്ഡിലും നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. ഇയാളുടെ മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30യോടെയാണ് കലൂർ ചക്കാലപ്പാടം റോഡിൽ പെൺകുട്ടികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടികളെ അക്രമി സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. സംഭവത്തിൽ 10 പേരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ 3 പേരെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. സിഗരറ്റ് വലിച്ച് പുക ഊതുന്നതും മീശ പിരിക്കുന്നതും റീലാക്കി സിനിമാ സ്റ്റൈലിലുള്ള നടത്തം. ഇങ്ങനെ ഹീറോ പരിവേഷത്തോടെ വരുന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അശ്വിനാണ്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പ്രചരിച്ചതോടെ പ്രതിയുടെ പരോൾ വ്യവസ്ഥാ ലംഘനം വീണ്ടും ചർച്ചയാവുകയാണ്. കേസിലെ 7ാം പ്രതിയായ അശ്വിൻ്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഒരു വശത്ത് എണ്ണം പറഞ്ഞ 11 പേര്, മറുവശത്ത് പൊറിഞ്ചു. ആരാ ജയിക്കുക? ബ്രൂസ്ലിയാണെ ജയിക്കും. പൊറിഞ്ചടിച്ച അടിയാണ് മുളയടി. ജോസ് മാത്രം നോക്കായിരുന്നു, പക്ഷെ പൊറിഞ്ചു അത് നമ്മളൊന്നും നടക്കില്ല. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 7ാം പ്രതി അശ്വിൻ ഇപ്പോൾ പരോളിലാണ്. ഇതിനിടയിലാണ് ഇയാൾ റീൽ ഷൂട്ട് ചെയ്ത് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ഹീറോ പരിവേഷത്തോടെ മീശ പിരിക്കുന്നതും സിഗരറ്റ് വലിച്ച് പുക ഊതി വിടുന്നതുമെല്ലാമാണ് റീൽസിൽ. ജോസ് മാത്രം നോക്കായിരുന്നു, പക്ഷെ പൊറിഞ്ചു അത് നമ്മളൊന്നും നടക്കില്ല. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പരോൾ വ്യവസ്ഥ. ഇതാണ് ബേഡകം കുണ്ടംകുടി സ്വദേശിയായ അശ്വിൻ ലംഘിച്ചിരിക്കുന്നത്. റീൽ ഷൂട്ട് വാർത്തയായതോടെ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജയിലിലുള്ള 10 പ്രതികൾക്കും പരോൾ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഇടതുമുന്നണി സർക്കാരിന്റെ അവസാന നാളുകളിൽ പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ അശ്വിനടക്കം 6 പ്രതികൾ പുറത്തിറങ്ങുകയും ചെയ്തു. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കൂട്ടപ്പരോൾ അനുവദിച്ചതെന്ന വിമർശനമുയരുകയും വാർത്തയാവുകയും ചെയ്തതോടെ 4 പ്രതികളുടെ പുറത്തിറങ്ങൽ അധികൃതർ തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തിന് ശേഷമേ ഇവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. അശ്വിന്റെ പരോൾ ലംഘനം സംബന്ധിച്ച് ജയിൽ അധികൃതർ നടപടിയെടുക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. രഹസ്യാന്വേഷണ വിഭാഗവും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോസ് മാത്രം നോക്കായിരുന്നു, പക്ഷെ പൊറിഞ്ചു അത് നമ്മളൊന്നും നടക്കില്ല. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് താമരശ്ശേരിയും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ ലഹരി സംഘങ്ങളുടെ താവളമാണ്. മയക്കുമരുന്ന് മാഫിയയെ പൂട്ടാൻ പോലീസ് വലവിരിച്ചിട്ടുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മുക്കം പോലീസിൻ്റെയും ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയും കസ്റ്റഡിയിൽ നിന്ന് ഒരു ലഹരി കേസ് പ്രതി ചാടിപ്പോയത്. ഇത് പോലീസിന് വലിയ നാണക്കേടായി. എന്നാൽ അയാളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? പ്രതി മുങ്ങിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ ചാടിപ്പോയ പ്രതിയെ പിടികൂടുകയും ചെയ്തു. കർണാടക മഹാരാഷ്ട്ര അതിർത്തിയായ കൽബുർഗിയിൽ വെച്ചാണ്
മുക്കം സ്വദേശി മുഹമ്മദ് ഹനീഫ കസ്റ്റഡിയിലായത്. ഏപ്രിൽ 2-ന് മുക്കം മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നും മണാശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്നും 3 കിലോയോളം MDMA പിടികൂടിയ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മുഹമ്മദ് ഹനീഫ. ലഹരി ശൃംഖലയിലെ വമ്പന്മാരുമായി പ്രതിക്കുള്ള ബന്ധത്തിന്റെ ചുരുളഴിക്കാനാണ് പ്രതിയുമായി സംഘം ഡൽഹിയിലേക്ക് പോയത്. യാത്രാമധ്യേ പ്രതി മുഹമ്മദ് ഹനീഫ ഗുജറാത്തിലെ വഡോദരയിൽ വെച്ച് പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 10ാം ദിവസമായ ഇന്നലെയാണ് കർണാടക മഹാരാഷ്ട്ര അതിർത്തിയായ കൽബുർഗിയിൽ വെച്ച് പിടികൂടിയത്. ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്ന് മുഹമ്മദ് ഹനീഫയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. പോലീസ് പിടിയിലായ മുഹമ്മദ് ഹനീഫയെ രാവിലെ 11 മണിയോടെ താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചു. പിന്നീട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മുക്കം. വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പും ഇബ്രാഹിം കുട്ടി ഹാജിയുടെ ആത്മഹത്യയും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വലിയ തിരിമറി നടന്നെന്നാണ് ആക്ഷേപം. പ്രതിഷേധം ശക്തമായതോടെ സൊസൈറ്റിയിലെ ഇടപാടുകളെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഓഫീസിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. റെയ്ഡിന് പിന്നാലെ ഓഫീസ് ക്രൈംബ്രാഞ്ച് സംഘം പൂട്ടി സീലും ചെയ്തു. നിക്ഷേപകനായിരുന്ന ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരന്റെ നേതൃത്വത്തിലായിരുന്നു പാർക്ക് റോഡിലെ സൊസൈറ്റി ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട മിന്നൽ പരിശോധന. സൊസൈറ്റിയുടെ ഓഫീസ് വൗച്ചറുകൾ, ക്യാഷ് ബുക്ക്, വർക്ക് രജിസ്റ്ററുകൾ എന്നിവയ്ക്ക് പുറമെ സ്ഥിര നിക്ഷേപ ബോണ്ടുകൾ, ചെക്ക് ഇഷ്യൂ രജിസ്റ്റർ, കരാർ സംബന്ധമായ പ്രധാന രേഖകൾ എന്നിവയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികളുടെ ഭാഗമായാണ് ഓഫീസ് പൂർണ്ണമായും പൂട്ടി സീൽ ചെയ്തത്. സൊസൈറ്റിയിലെ നിക്ഷേപകനായിരുന്ന ഇബ്രാഹിം ഹാജി സ്വയം ജീവനൊടുക്കിയ കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൽ പ്രധാനം. സൊസൈറ്റിയിൽ താൻ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ നൽകാതെ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് കാട്ടി മരണത്തിന് മുൻപ് ഇബ്രാഹിം ഹാജി പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെ സൊസൈറ്റിയിൽ 2.16 കോടി രൂപയുടെ വൻ സാമ്പത്തിക വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് നൽകിയ പരാതിയും ഇനി ക്രൈംബ്രാഞ്ച് ഒന്നിച്ചന്വേഷിക്കും. സഹകരണ സംഘത്തിന്റെ ഡയറക്ടറും കോൺഗ്രസ് നേതാവുമായിരുന്ന സുധീർ കുമാറിന്റെ വീടിന്റെ മുന്നിലെത്തി തീ കൊളുത്തിയ ഇബ്രാഹിം ഹാജി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. കുട്ടികൾ പരസ്പരം തമ്മിൽ തല്ലുന്നത് കാണുമ്പോൾ മനസാക്ഷിയുള്ളവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മക്കളെയാണ് ആരെങ്കിലും മർദ്ദിക്കുന്നതെങ്കിലോ? കൊല്ലം ആയൂരിൽ കൂട്ടുകാരനെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യം ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. ഫോണിലേക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തതിനാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതച്ചത്. വന്ദനം വന്ദനം വന്ദനം, വിസ്മയം വിസ്മയം വിസ്മയം, ലാൽസലാം ലാൽസലാം. മർദ്ദിച്ചതും മർദ്ദനമേറ്റതും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ കുടുംബം ചടയമംഗലം പോലീസിലും പട്ടികജാതി കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ പരിഹാസവും അവഹേളനവും പരിധി വിടുന്നതാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. കഴിഞ്ഞ ദിവസം ടിക്ടോക്കിലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ട കേസിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈ തലമുറയ്ക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളും യുവാക്കളും ആക്രമികളാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ സമൂഹം വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണിത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.